അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 5ാമത്തെ പാഠം അന്നജാസത്തുൽ മഅഫൂവു അൻഹ, ഇളവ് നൽകപ്പെടുന്ന നജസ്സുകൾ. അതായത് നജസ്സുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടില്ല, നജസ് ഉണ്ടായിക്കൊണ്ട് നിസ്കരിക്കാൻ പാടില്ല, നജസ്സുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചില സാഹചര്യത്തിൽ ചില സമയങ്ങളിൽ ചില നജസ്സിന് ഇളവുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നജസ് ഉണ്ടായാൽ നമുക്ക് നിസ്കരിച്ചാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആ നജസ് ആ ഭക്ഷണത്തിലുണ്ടായാൽ ആ ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. വെള്ളത്തിൽ നജസ് ഉണ്ടായാൽ ഈ ഇളവുള്ള നജസ്സുകളുണ്ടാവും. ആ നജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിക്കൽ കുഴപ്പമില്ല, വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞു, എല്ലാവരും മസ്ജിദിലേക്ക് നടന്നു. ളുഹറിൻ്റെ സമയമായി. എൻ്റെ നിസ്കാരം ശരിയാവുമോ? രക്തം പുരണ്ട ഡ്രസ്സ് കാണിച്ച് ഇഖ്ബാൽ ചോദിച്ചു. ശരിയാവും, ഇത് ഇളവുള്ള നജസാണ്, ഉസ്താദ് പ്രതികരിച്ചു. നിസ്കാരശേഷം ഉസ്താദ് പറഞ്ഞു, നജസുകളിൽ ഇളവുള്ളതും ഇല്ലാത്തതുമുണ്ട്. നജസുകൾ രണ്ടായിട്ടുണ്ട്. ഇളവുള്ള നജസുകൾ എന്ന് പറഞ്ഞാൽ ആ നജസ് ഉണ്ടായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിലാണെങ്കിൽ ഭക്ഷണം കഴിക്കാം, വെള്ളത്തിലാണെങ്കിൽ വെള്ളം കുടിക്കാം, നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ നിസ്കരിക്കാം. അത് ഇളവുള്ള നജസ്സാണെങ്കിൽ. അത് നജസ് ഇളവ് ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഇളവുള്ള നജസ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇളവുള്ള നജസ് 4 വിധമാണ്. ഇളവുള്ള നജസ്സുകൾ 4 വിധമാണ്. ഒന്ന് വെള്ളത്തിൽ ഇളവുള്ളവ. ഒന്ന് വെള്ളത്തിൽ ആ നജസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം, കുടിക്കാനൊക്കെ ഉപയോഗിക്കാം, കുഴപ്പമില്ല. 2 ഭക്ഷണത്തിൽ ഇളവുള്ളവ. ഭക്ഷണത്തിൽ നജസ് ഉണ്ട്, നമ്മൾ ഇളവുള്ള നജസാ പറയണിട്ടാ, എല്ലാ നജസിനെ കുറിച്ചല്ല. ഭക്ഷണത്തിൽ ചെറിയ തോതിൽ എന്തുണ്ട്, ഇളവുള്ള ഒരു നജസ ഭക്ഷണത്തിലുണ്ട്, എന്നാൽ ആ ഭക്ഷണം നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നിസ്കാരത്തിൽ ഇളവുള്ളവ. നിസ്കാരത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, അല്പം നജസ് ഉണ്ട്. ആ നജസ് മാപ്പ് നൽകപ്പെടുന്ന നജസാണ്, ഇളവ് നൽകുന്ന നജസാണെങ്കിൽ അതുമായിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റും. പിന്നെ നിരുപാധികം ഇളവുള്ളവ, എല്ലായിടത്തും ഇളവുള്ളവ. അത് ഓരോന്നും ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്, അവിടുന്ന് മനസ്സിലാവും. മത്സ്യം, അട്ട പോലെയുള്ള ജലജീവികളുടെ കാഷ്ടം. എങ്ങനെ? മത്സ്യം, അട്ട പോലെയുള്ള ജലജീവികളുടെ കാഷ്ടം. മത്സ്യം വെള്ളത്തിലുണ്ടാകുന്നതാണ്, അട്ടയും വെള്ളത്തിലുണ്ടാകുന്നതാണ്. അവയുടെ കാഷ്ടം. അതുപോലെ ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം തുടങ്ങിയവ വെള്ളത്തിൽ ഇളവുള്ളവയാണ്. അപ്പോൾ അത് വെള്ളത്തിലുണ്ടായാൽ എന്തില്ല, കുഴപ്പമില്ല. ഏതൊക്കെയാണ്? മത്സ്യം, അട്ട പോലെയുള്ള ജീവികളുടെ കാഷ്ടം. മത്സ്യത്തിൻ്റെയും അട്ട പോലെയുള്ള ജീവികളുടെ കാഷ്ടം വെള്ളത്തിലുണ്ടായാൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അടുത്ത ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം. ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് എന്നിവയുടെ ശവം എവിടെയുണ്ട്? വെള്ളത്തിലുണ്ട്. എന്നാൽ ആ വെള്ളം നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അവിടെയുള്ള വെള്ളത്തിൽ എന്തുണ്ട്? മാപ്പുണ്ട്. ഇവ വീണ വെള്ളം ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. കണ്ട, ഇവ വീണ വെള്ളം എന്ന് പറഞ്ഞാൽ കൊതുകിൻ്റെ ശവം, അതല്ലെങ്കിൽ മൂട്ട, ഒലിക്കാത്ത രക്തമുള്ള ജീവികൾ, അവയുടെ ശവം വെള്ളത്തിൽ വീണാൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മത്സ്യം, അട്ട പോലെയുള്ള ജലജീവികളുടെ കാഷ്ടമുള്ള വെള്ളം, ആ വെള്ളവും നമുക്ക് എന്തിനുപയോഗിക്കാം, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തത് മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഏതാണ്? ഭക്ഷണത്തിൽ ഇളവുള്ളത് എന്നാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ഭക്ഷണത്തിൽ ഇളവുള്ളതാണ്. ഏതാണ് ഭക്ഷണത്തിൽ ഇളവുള്ളത് എന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എങ്ങനെ? മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം എന്ന് പറഞ്ഞാൽ ഇറച്ചി നമ്മൾ നല്ലോണം കഴുകണം. കഴുകിയതിന് ശേഷവും അതിൽ ചെറിയൊരു രക്തത്തിൻ്റെ, ആ വെള്ളത്തിന് ചെറിയൊരു രക്തത്തിൻ്റെ നിറം ഇങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം, മാംസത്തിലുള്ള അവശേഷിക്കുന്ന ആ രക്തം, അതിൻ്റെ തൊട്ടെന്തുണ്ട്? മാപ്പുണ്ട്. അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാവുന്ന മാലിന്യം. ചെറിയ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബത്തൽ പോലെയുള്ള ഏറ്റവും ചെറിയ മത്സ്യങ്ങൾ, അത് അങ്ങനത്തെ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഒന്നിൻ്റെ തൊട്ടും മാപ്പുണ്ട്. അപ്പോൾ ചെറിയ മത്സ്യം എന്ന് പറഞ്ഞത് മീനിൻ്റെ പേരവിടെ പറഞ്ഞിട്ടില്ല. പല പ്രദേശത്തേക്കും പല പേരുകളായിരിക്കും മീനിനുണ്ടാവുക. അപ്പോൾ ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാവുന്ന മാലിന്യം തുടങ്ങിയവ ഭക്ഷണത്തിൽ ഇളവുള്ളവയാണ്. അപ്പോൾ ഇറച്ചിയിൽ അവശേഷിക്കുന്ന രക്തം, അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യം, അത് രണ്ടും ഭക്ഷണത്തിൽ ഇളവുള്ളവയാണ്. ഇനി നിസ്കാരത്തിലേക്കുള്ള കാര്യമാണ് എന്ന് പറയുന്നത്. ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം. ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം നമ്മുടെ ഡ്രസ്സിലായി അല്ലെങ്കിൽ ശരീരത്തിലായി,
അല്ലെങ്കിൽ ഊന് പൊട്ടി വരുന്ന രക്തം, ഊന് നമ്മൾ തൊള്ളയിലുള്ള മോണ ഊന് എന്നൊക്കെ പറയുന്ന ആ ഭാഗം പൊട്ടി വരുന്ന രക്തം, അതുപോലെ തന്നെ ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം മുതലായവ നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. എങ്ങനെ? വലിക്കുന്ന രക്തമില്ലാത്ത മൂട്ട, കൊതുക് തുടങ്ങിയവയുടെ രക്തം. അപ്പോൾ കൊതുകിൻ്റെയും മൂട്ടയുടെയും രക്തത്തിന് എന്തുണ്ട്? നിസ്കാരത്തിൽ മാപ്പുണ്ട്. കാരണം വലിക്കുന്ന രക്തമില്ലാത്ത ജീവികളാണത്. അതുപോലെ തന്നെ ഊന് പൊട്ടി വരുന്ന രക്തം, നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഊന് പൊട്ടിയിട്ട് വരുന്ന രക്തം. പിന്നെ ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം മുതലായവ നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് തിരുമ്പിട്ട് കഴിഞ്ഞാൽ, അലക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാൽ ഈച്ചൻ്റെ കാഷ്ടമൊക്കെ അതിൽ കാണാം, ചെറിയൊരു പുള്ളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അങ്ങനത്തെ ജീവികളുടെ പിന്നെ ഈച്ച, പാറ്റ, കടന്നൽ എന്നിവയുടെ കാഷ്ടം മുതലായവ നിസ്കാരത്തിൽ ഇളവുള്ളവയാണ്. അപ്പോൾ അത് നമ്മുടെ ഡ്രസ്സിലുണ്ട് എന്നതുകൊണ്ട് നിസ്കാരത്തിന് അതെന്ത് ചെയ്യുകയില്ല, ബാധിക്കുകയില്ല. നിസ്കാരത്തിൽ ആ നജസിന് ഇളവുണ്ട്. അത് ഉള്ളതോടുകൂടെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകും. ഇനി അടുത്തത്, സ്വന്തം ശരീരത്തിലെ ചോരക്കുരു പോലെയുള്ളവയിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അവൻ്റെ പ്രവർത്തനം കൂടാതെ ഡ്രസ്സിലോ മറ്റോ പുരണ്ടാൽ അതിന് അഫുവുണ്ട്, എന്ന് പറഞ്ഞാൽ മാപ്പുണ്ട്. എങ്ങനെ? ശരീരത്തിലെ ചോരക്കുരു പോലെയുള്ള, ചോരക്കുരു തന്നെ ആവണ്ട, വേറെ വല്ല മുറിവ് ആയിക്കോട്ടെ, ശരീരത്തിലെ ചോരക്കുരു പോലെയുള്ളവയിൽ നിന്ന് പുറപ്പെടുന്ന രക്തം അവൻ്റെ പ്രവർത്തനം കൂടാതെ ഡ്രസ്സിലോ മറ്റോ പുരണ്ടാൽ അതിന് അഫുവുണ്ട്, മാപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ അവൻ്റെ ശരീരത്തിലുള്ള ചോരക്കുരു പൊട്ടി, അങ്ങനെ അത് പൊട്ടിയതിന് ശേഷം അവൻ്റെ ഡ്രസ്സിലോ അല്ലെങ്കിൽ ശരീരത്തിലോ എന്തായി നജസായി കഴിഞ്ഞാൽ അതിന് തൊട്ടുന്നുണ്ട് മാപ്പുണ്ട്. അത് അവൻ്റെ പ്രവർത്തനം മൂലമാകരുത്, അവൻ ചൊറിഞ്ഞതിൻ്റെ പേരിലോ അതല്ലെങ്കിൽ അവൻ്റെ കൈ തട്ടിയതിൻ്റെ പേരിലോ ആകരുത് ആ കുരു പൊട്ടുന്നത്, രക്തമാകുന്നത്. അവൻ്റെ പ്രവർത്തനം മൂലമല്ലാതെ രക്തമായാൽ അതിന് മാപ്പുണ്ട്. ഇനി അവൻ്റെ പ്രവർത്തനം കൊണ്ട് രക്തം വന്നാൽ കുറച്ചിന് മാത്രമേ അഫുവുള്ളൂ. അവൻ്റെ പ്രവർത്തനം മൂലമാണ്. നമ്മൾ നിസ്കാരത്തിൽ എന്ത് ചെയ്തു? ചൊറിഞ്ഞ് അവിടെ ഒരു മുറി ഉണ്ടായിരുന്നു, ആ മുറിയുടെ തൊലി പോകുന്ന സമയത്ത് എന്ത് ചെയ്തു? രക്തം അങ്ങോട്ട് ഒളിച്ചു. അങ്ങനെ കുറഞ്ഞ രക്തം ഒന്ന് ചെറുതായിട്ട് പൊടിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ പ്രവർത്തനം കൊണ്ട് രക്തം വന്നാൽ കുറഞ്ഞതിന് എന്തുണ്ട്? മാപ്പുണ്ട്. അങ്ങനെ കുറഞ്ഞ രക്തം മാത്രമാണ് വന്നതെങ്കിൽ ഈ മാപ്പുണ്ട്. നേരെ മറിച്ച് അവൻ ചൊറിഞ്ഞതിൻ്റെ കാരണത്താൽ ആ മുറിവിൻ്റെ തൊലി പോന്നു, അങ്ങനെ രക്തം ഒലിച്ചു കാലിലൂടെ അല്ലെങ്കിൽ എവിടെയാച്ചാൽ മുറിയിച്ച ആ രൂപത്തിൽ എന്ത് ചെയ്തു? രക്തം ഒലിച്ചാൽ നിസ്കാരത്തെ അത് ബാധിക്കും, അവിടെ ഇളവുണ്ടാവില്ല. അവൻ്റെ പ്രവർത്തനം മൂലമാണ് രക്തം പുറപ്പെട്ടതെങ്കിൽ അത് കുറഞ്ഞതാണെങ്കിൽ മാപ്പുണ്ട്, കൂടിയാൽ മാപ്പില്ല. ഇനി നമ്മൾ നിരുപാധികം എന്ന് പറഞ്ഞിട്ടൊരു നജസിനെ പറഞ്ഞിരുന്നു. ഈച്ചയുടെ കാലിനെ നജസ് മറ്റു നജസുകളുടെ കാണാൻ കഴിയാത്ത വിധമുള്ള സൂക്ഷ്മമായ കണിക മുതലായവ എല്ലായിടത്തും ഇളവുള്ളവയാണ്. ഈച്ചയുടെ കാലിലെ നജസ്, ഈച്ച എവിടെയെങ്കിലും കാഷ്ടത്തിലോ അങ്ങനെയൊക്കെ പോയിരുന്ന് വരുന്ന ഈച്ചയായിരിക്കും. ആ ഈച്ചൻ്റെ കാലിൽ നജസ് ഉണ്ടാകും. അത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത്, നമ്മൾ നിസ്കാരത്തിലിരുന്നാലും അതല്ലെങ്കിൽ ഭക്ഷണത്തിലിരുന്നാലും അതല്ലെങ്കിൽ വെള്ളത്തിൽ വന്നിരുന്നാലും ഏത് രൂപത്തിലാണെങ്കിലും അതിനെന്തുണ്ട്? മാപ്പുണ്ട്. അതാണ് നിരുപാധികം മാപ്പുള്ളത് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈച്ചൻ്റെ കാലിലുള്ള നജസിന് നിസ്കാരത്തിലും മാപ്പുണ്ട്, വെള്ളത്തിലും ഭക്ഷണത്തിലും എല്ലായിടത്തും മാപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റു നജസ്സുകളുടെ കാണാൻ കഴിയാത്ത വിധമുള്ള സൂക്ഷ്മമായ കണിക മുതലായവ എല്ലായിടത്തും ഇളവുള്ളവയാണ്. മറ്റു നജസ്സുകൾ ഏതോ നജസ് ആവട്ടെ, അതിൻ്റെ ഒരു സൂക്ഷ്മമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു നജസ് നമ്മുടെ ശരീരത്തിലാവേ, ഒരു സംശയം, അവൻക്ക് ആയില്ലേ എന്നുള്ള ഒരു സംശയം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൻക്ക് കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള സൂക്ഷ്മമായ കണികയാണെങ്കിൽ അതെന്തുണ്ട്? നിസ്കാരത്തിലാണെങ്കിലും ഇളവുണ്ട്, ഭക്ഷണത്തിലാണെങ്കിലും ഇളവുണ്ട്, വെള്ളത്തിലാണെങ്കിലും എന്തുണ്ട്? ഇളവുണ്ട്. അതാണ് നിരുപാധികം ഇളവുള്ളത് എന്ന് പറഞ്ഞത്. ഇനി നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഉസ്താദ് ദുആ ചെയ്തു, എല്ലാവരും ആമീൻ പറഞ്ഞു. ലാ തസിഹു സ്വലാത്തു ബിൻ നജസി, നജസോടുകൂടി നിസ്കാരം ശരിയാവുകയില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രിബാത്ത് വായിക്കാം. ഒന്നാമത്തെ നസിൽ ചേരുമ്പടി ചേർക്കാനാണ്. വെള്ളത്തിൽ ഇളവുള്ള നജസ് ഏതാണ്? ആൻസർ ബി, അട്ടയുടെ കാഷ്ടം. വെള്ളത്തിൽ ഇളവുള്ളതാണ്, പാഠഭാഗത്തിൽ പറഞ്ഞതാണ്. 2, നിസ്കാരത്തിൽ ഇളവുള്ള നജസ്. ആൻസർ സി, സ്വന്തം രക്തം. 3, നിരുപാധികം ഇളവുള്ള നജസ്. ആൻസർ എ, ഈച്ചയുടെ കാലിലെ നജസ്. എല്ലാം പാഠത്തിൽ പറഞ്ഞ സംഗതികൾ തന്നെയാണ്. ഇനി നംലവുൽ ഫറാഖ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. എന്താണ്? സ്വന്തം ശരീരത്തിൽ നിന്ന് അവൻ്റെ പ്രവർത്തനം കൊണ്ട് രക്തം പുറപ്പെട്ടാൽ ഡാഷിന് മാത്രമേ മാപ്പുള്ളൂ. ഏതിന് മാത്രം? കുറഞ്ഞതിന് മാത്രമേ അഫുവുള്ളൂ. 2,
ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള ഡാഷിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. ചെറു മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യത്തിന് ഭക്ഷണത്തിൽ ഇളവുണ്ട്. 3. കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് ഡാഷ് ഇളവുണ്ട്. എല്ലായിടത്തും ഇളവുണ്ട്. കാണാൻ കഴിയാത്തത്ര എന്നാൽ നമ്മൾ സൂക്ഷ്മമായ നജസ് എന്ന് പറഞ്ഞല്ലോ, അതെ, കാണാൻ കഴിയാത്തത്ര ചെറുതായ നജസിന് എല്ലായിടത്തും ഇളവുണ്ട്. 4. മത്സ്യത്തിൻ്റെ കാഷ്ടത്തിന് ഡാഷിൽ ഇളവുണ്ട്. എവിടെ ഇളവുണ്ട്? വെള്ളത്തിൽ ഇളവുണ്ട്. മത്സ്യത്തിൻ്റെ കാഷ്ടത്തിന് എന്നാണ് പറഞ്ഞത്, ചെറിയ മത്സ്യം എന്നല്ല പറഞ്ഞത്, മത്സ്യത്തിൻ്റെ കാഷ്ടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ മത്സ്യവും പെട്ടിട്ടുണ്ട്. അപ്പോൾ മത്സ്യത്തിൻ്റെ കാഷ്ടത്തിന് ഇളവുള്ളത് എവിടെയാണ്? വെള്ളത്തിലാണ്. മറ്റേ ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുള്ള മാലിന്യത്തിനാണ് നമ്മൾ പറഞ്ഞത് ഭക്ഷണത്തിൽ ഇളവുള്ളത്. ഇവിടെ പറഞ്ഞത് മത്സ്യത്തിൻ്റെ കാഷ്ടത്തിന് ഡാഷിൽ ഇളവുണ്ട്, വെള്ളത്തിൽ ഇളവുണ്ട്. ഇനി അടുത്തത് നെക്തുബ്, എഴുതാനാണ്. കോപ്പി എഴുതുന്ന രൂപത്തിൽ എഴുതാനാണ്. അക്ഷരങ്ങളെ ഹർക്കത്തുകളൊന്നും തെറ്റാതെ കൃത്യമായിട്ട് തൊട്ടടുത്തുള്ള കള്ളിയിലേക്ക് എഴുതി കൊടുക്കുക. ഓരോന്നും അതേ രൂപത്തിൽ എഴുതി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടെ ഈ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ രോഗികളുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫ നൽകിമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അവരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളും അല്ലാഹു തആല പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.